ഇനിയുള്ള കാലഘട്ടങ്ങളിലെങ്കിലും ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത് അറവുശാലകൾ. ഇപ്പോൾ വെള്ളാനി കാലിയൂട്ട് ഉത്സവം വരാൻ പോവുകയാണ്. ഈ കാലിയൂട്ട് ഉത്സവം നടക്കുമ്പോൾ ദേവി പല ഭാഗത്തും പാപ്പനംകോടും സ്റ്റുഡിയോ റോഡ് ഭാഗത്തും പല ഭാഗങ്ങളിലും പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പോഴും അറവുശാലകളില്ല. അറവുശാലകൾ വേണ്ടെന്നുള്ളത് ഏറ്റവും താല്പര്യമുള്ളത് ഇറച്ചി അവിടെ വിറ്റ് ജോലി ചെയ്യുന്നവർക്കാണ്. കാരണം അവർ മഴയത്തും വെയിലത്തുമാണ് ഇറച്ചി വിട്ട്. അവർക്കൊരു അറവുശാല ആ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു കൊടുത്താൽ നല്ലതല്ലേ? ഞാനിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ നിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയണമെങ്കിൽ മുൻകൂട്ടി അങ്ങ് പറഞ്ഞു എന്നുള്ളത്. പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നതെന്ന് ഉറപ്പായ സ്ഥിതിക്ക് CPM-ന്റെ സ്ഥാനാർത്ഥി, LDF-ന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കാം? കാരണം ശിവൻകുട്ടിക്ക് അവിടെ വലിയ വേരുകളുണ്ട്. ശിവൻകുട്ടി ഇനി മത്സര രംഗത്തേക്ക് വരാനുള്ള സാധ്യത ഇല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശാന്തിവിള ആരുടെ പേരായി? ഞാനതിനകത്ത് പച്ചയ്ക്ക് തന്നെ പറയാം. ഇപ്പോഴത്തെ മന്ത്രിയായ ശിവൻകുട്ടി സാറിൻ്റെ ഭാര്യ പാർവതി എന്ന് പറഞ്ഞാൽ പാർവതി എന്നുള്ള രീതിയിലല്ല നമ്മൾ മനസ്സിലാക്കാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.